വീണ്ടും ഒരു പോരിന്റെ വാർത്ത വരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കടകംപള്ളി റിയാസ് പോര്. ടൂറിസം വകുപ്പിനെയും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെയും വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കാൻ ടൂറിസം വകുപ്പ് വൈകിപ്പിക്കുകയാണ് എന്നാണ് നിയമസഭയിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ഇതിന് പിന്നിൽ നിക്ഷിപ്ത താൽപര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോലും അട്ടിമറിക്കുകയാണെന്നാണ് ആരോപണം. കിഫ്ബി റിപ്പോർട്ട് പ്രകാരം മുന്നോട്ടു പോകും എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. സർ, എൻ്റെ നിയോജകമണ്ഡലമായ കഴക്കൂട്ടത്ത് മാലിന്യ നിക്ഷേപവും എക്കലും കുളവാഴകളും നിറഞ്ഞ മലിനമായ ആക്കുളം കായലിൻ്റെ സംരക്ഷണത്തിനും ടൂറിസം വികസനത്തിനുമായി കിഫ്ബിയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആക്കുളം കായൽ പുനരുജ്ജീവനവും നീർത്തട സംരക്ഷണവും പദ്ധതി. 17/4/2024 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക ചുമതലയുള്ള ഓഫീസർ റിവ്യൂ ചെയ്യുകയും പിഴ ഉൾപ്പെടെയുള്ള ക്ലോസ് കൂടി ഉൾപ്പെടുത്തി പ്രവൃത്തികൾ അടിയന്തരമായി ആരംഭിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന തീരുമാനം പോലും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ മുഖവിലക്കെടുത്തതായി കാണുന്നില്ല. സർ, പദ്ധതി പൂർത്തിയാക്കിയ ശേഷം 15 വർഷത്തേക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് നിബന്ധനകൾ തയ്യാറാക്കാൻ കിഫ്ബി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വാപ്കോസ് ലിമിറ്റഡ് തയ്യാറാക്കി നൽകിയ കരട് നിബന്ധനകൾ ചർച്ച ചെയ്യുന്നതിനോ അംഗീകാരം നൽകുന്നതിനോ ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല. പകരം ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങൾക്ക് വിധേയമായി യാതൊരുവിധ അനുമതിയുമില്ലാതെ 4 ലക്ഷം രൂപ പ്രതിഫലത്തിൽ ഒരു സ്വകാര്യ കൺസൾട്ടൻറ്റിനെ ടൂറിസം വകുപ്പ് നിയമിച്ചു. തന്നെ നിക്ഷിപ്തമായി ഉത്തരവാദിത്വം നിറവേറ്റാതെ മേപ്പടി പദ്ധതി അട്ടിമറിക്കുന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. സാർ, അവരുടെ ചുമതലകൾ നിർവഹിക്കാതിരിക്കുകയോ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് പദ്ധതിക്ക് വിലങ്ങിടുകയോ ആണ് SPVM ടൂറിസം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്. അങ്ങ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി സഭയ്ക്ക് നൽകിയ ഉറപ്പ് പോലും നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. സാർ, ടൂറിസം വികസനത്തിനൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരവുമാകുന്ന ഈ പദ്ധതി അട്ടിമറിക്കപ്പെടാതിരിക്കാനും കാലതാമസമില്ലാതെ നിർവഹിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ അങ്ങയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ബഹുമാന്യനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ സബ്മിഷൻ. ആക്കുളവും അനുബന്ധ കായലുകളുടെയും നവീകരണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകുകയും കരാറുകാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് കരാർ വ്യവസ്ഥകൾ പരിശോധിക്കുന്നതിനായി കിഫ്ബിയുടെ മേൽനോട്ടത്തിൽ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. സുനിഷ അയല്ലൂർ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സുനിഷ. 225 ഏക്കറിലെ ആക്കുളം കായലും അനുബന്ധ തോടുകളും നവീകരിക്കാനുള്ള 185 കോടിയുടെ പദ്ധതിയിൽ ആദ്യഘട്ട പണി തീർക്കാൻ 96 കോടി രൂപയ്ക്ക് കരാറുകാരനും എത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? എവിടെയാണ് ഈ പുനരുജ്ജീവനം എന്നുള്ളത് മൃതപ്രായ അവസ്ഥയിലേക്ക് പോയത്? കടകംപള്ളി പറഞ്ഞതിൽ കഴമ്പുണ്ടെന്നാണോ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സുജയ, അതുതന്നെയാണ് കടകംപള്ളി എന്ന നിയമസഭയിൽ ചോദ്യമായി ഉന്നയിച്ചതും. നേരത്തെ തന്നെ ഒരുപക്ഷെ കടകംപള്ളി റിയാസ് പോര് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നേരത്തെ പൊതുമരാമത്ത് വകുപ്പിനെ വിമർശിച്ചുകൊണ്ട് കടകംപള്ളി എത്തിയതും അതിന് റിയാസ് നൽകിയ മറുപടി അടക്കം ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നാലെയാണ് ഇപ്പോൾ റിയാസിൻ്റെ ടൂറിസം വകുപ്പിനെയും ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെയും വിമർശിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത്. പ്രധാനമായും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ കഴക്കൂട്ടം മണ്ഡലത്തിലെ ഈ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കാനുള്ള കരാർ. ഈ കരാറിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട ടൂറിസം വകുപ്പ് അനാസ്ഥ കാണിക്കുന്നു, അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോകുന്നു എന്നത് തന്നെയാണ് കടകംപള്ളി ഇന്ന് സഭയിൽ പറയുകയും ചെയ്തത്. പിന്നാലെ തന്നെ ഇതിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് എന്ന ഒരു ആക്ഷേപം കൂടി അദ്ദേഹം നിയമസഭയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതാണ് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ നിർദ്ദേശം ഒന്നും തന്നെ പാലിക്കാൻ ടൂറിസം വകുപ്പോ ബന്ധപ്പെട്ട മന്ത്രിയോ തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനം കൂടി കടകംപള്ളി ഇന്ന് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യ കൺസൾട്ടൻസിയെ ഏൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു, അത്തരത്തിൽ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത് എന്നതാണ് പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിൽ ബന്ധപ്പെട്ട ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് കടകംപള്ളി ഈ വിഷയങ്ങൾ ഓരോന്നായി പറയുകയും ചെയ്യുന്നത്. പക്ഷേ ബന്ധപ്പെട്ട മന്ത്രി ഇതിന് കൃത്യമായ ഒരു മറുപടി ഒന്നും തന്നെ നൽകിയിട്ടില്ല. കിഫ്ബിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നത് തന്നെയായിരുന്നു മറുപടി. എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ആരോപണങ്ങൾക്കും ഒരു പൊതുവായ മറുപടി എന്ന രീതിയിലാണ് ഇന്ന് മന്ത്രി പറയുകയും ചെയ്തത്. സുജയ. ഓക്കെ, സുനിഷ അയല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി പദ്ധതി അട്ടിമറിക്കുന്നു എന്ന വിമർശനമാണ് ഭരണകക്ഷിയിലെ MLA മന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.